Hi guys, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ സ്വന്തം വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ നിൽക്കാൻ പോയപ്പോൾ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ ഇല്ല, അവരിവിടെ അല്ല, അവർ ബാംഗ്ലൂരാണ് നിൽക്കണത്. അപ്പോൾ ചേച്ചിക്കോട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ചേച്ചിയോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീടെന്ന് പറയുന്നത് പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ വല്ലപ്പോഴും അവർ വരുമ്പോഴാണ് തുറന്ന് 2 ദിവസം അവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അമ്മ 2-3 ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ധ്രുവക്കുട്ടിയും കൂടിയിട്ട് അമ്മ വന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. വീടൊക്കെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ധ്രുവക്കുട്ടിയുടെ ചേച്ചി, അതായത് എൻ്റെ ചേച്ചിയുടെ മോൾ ചെയ്തിട്ടുള്ള പണികളാണ് കേട്ടോ. അവൾ ഇവിടെ വരച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വീട് പൂട്ടിട്ടേക്കാണല്ലോ. ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. അപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ധ്രുവക്കുട്ടി വന്നേക്കാണ്. നമ്മൾ ബെഡൊക്കെ ഇവിടെ ചേച്ചിയുടെ റൂമിലെ ബെഡാണ് ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ധ്രുവക്കുട്ടി അമ്മയുടെ ഭയങ്കര കളിയും ചെറിയ കാര്യങ്ങളും. അപ്പോൾ ഈ ദിവസങ്ങളത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല, അവിടെ നിന്ന് കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒന്ന് കിടന്നുറങ്ങിയേ, ഉറങ്ങണ്ട നീ, കയറി കിടക്ക്, കയറി കിടക്ക്. അപ്പോൾ ധ്രുവക്കുട്ടി ഇത് അമ്മയുടെ അടുത്ത് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. അവൾ വേറെ ആരുടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര കൊഞ്ചലും കളിയും കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അമ്മേനെ കുറേ കാണാതിരുന്നതിൻ്റെ ഒരു പരിചയക്കേടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അമ്മയോട് പൊതുവെ കുട്ടികൾക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. പിന്നെ അന്നത്തെ ദിവസം ഈവനിങ് ചുമ്മാ ഞാൻ അവളെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെ ആകെ പുല്ലൊക്കെ വെട്ടിയിട്ട് കുറേ ഇച്ചിരി പുല്ലൊക്കെ ഉള്ള വഴിയായിരുന്നു. പൂരൊക്കെ കഴിഞ്ഞ് കാരണം പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആൾക്കാരൊന്നും അധികം ഇല്ല. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് അങ്ങനെ പൊതുവെ നടക്കാൻ പുറത്തേക്കൊന്നും അവിടെ ഉള്ളത് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഇറക്കിയതാണ്. അപ്പോൾ കൊള്ളായിരുന്നു, അവൾക്ക് ഇഷ്ടമായിട്ടാ. കൂടിട്ടുകാരിവിടെ ഇത് അവളൊരു ഫേവററ്റ് കളിയാണ് കേട്ടോ. അടിക്കാൻ നോക്കുക. അപ്പോൾ അവർ കരയുമ്പോൾ സന്തോഷം. ഇത് കുറേയൊക്കെ അടിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ അവൾക്ക് ഇതിങ്ങനെ ആര് കരയുന്ന കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇത് അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കാൻ പോകണം. അടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ രാത്രിയാണ് കേട്ടോ ഈ സമയം. അപ്പോൾ രാത്രി വേറെ നേരം പോക്കൊന്നുമില്ല. പക്ഷേ ഇവളുള്ള കാലം നമുക്കങ്ങനെ നേരം പോയി. പിന്നെ അങ്ങനെ ഉറങ്ങാനായിട്ട് പോയിട്ടാണ്. അങ്ങനെ ഇത് രാവിലെ ആയി. ഇപ്പോൾ രാവിലെ ഇപ്പോൾ എണീപ്പിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഓണായിട്ടാൾ. അപ്പോൾ അമ്മ കറി വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സവോളയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. സവോള വെറുതെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് തൈരിലരിഞ്ഞിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കഴിക്കാൻ. അപ്പോൾ അതും പിടിച്ചിട്ടുള്ള കിടപ്പാണ്. രാവിലെ തന്നെ എന്തിരിച്ചു പോണ അബിശിരിയാണ് അല്ല ഗൈസ്. പിന്നെ രാവിലെ തന്നെ പറഞ്ഞ തിരിച്ചുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സ്വർണ്ണൂനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ പെൻഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള കാരണം അമ്മ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കിഷ്ടമുള്ള എന്ത് കാര്യം അമ്മ സാധിച്ചു തരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എങ്ങനെയുള്ളതൊക്കെ നമുക്ക് സെറ്റാക്കി തരും. അപ്പോൾ ഞാൻ ഇരുന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളോട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബേക്കറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ തിന്നാൻ പറ്റുക. അപ്പോൾ സ്വർണ്ണം ഫുള്ള് വരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതാണ് വരയ്ക്കാനൊക്കെ. അത് നമ്മൾ ഇരിങ്ങാലക്കൂടെ പെരുന്നാൾ വാങ്ങിച്ചതാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ആ ഫുൾ ടൈം അവൾ അതിൽ തന്നെയായിരുന്നു. ഓരോന്ന് വരയ്ക്കലും കാര്യങ്ങളും ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു ആ സംഭവം എനിക്ക്. ഇതുപോലെ ചേട്ടന്മാരുടെ പിള്ളേരെ കയ്യിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ സംഭവം ഞാൻ അറിഞ്ഞത് തന്നെ. അപ്പം അങ്ങനെ പെരുന്നാളാണ് വാങ്ങിച്ചതാണ്. ഓ അമ്മനെ വരയ്ക്കണ നീ അമ്മനെ വരച്ചണോ? കാലുമ
ഒക്കെ കൊതുക് കടിച്ചിട്ടുള്ള അലർജിയാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ എനിക്ക് സെയിം ആണ്. എനിക്ക് കൊതുക് കടിച്ചിങ്ങനെ അതുപോലെ അലർജി വരും. അതേപോലെയാണ് സ്വർണ്ണൂന്. ഇവിടെ വന്നിട്ട് ഇപ്പം ഇന്നലെ കുറേ പുതിയ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊന്നും താല്പര്യമില്ല മുപ്പാളി. മീൻ ഇറച്ചിയൊക്കെ വെറുതെ ഇടയ്ക്കൊക്കെ തിന്നും കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ ഒരു പീസ് എടുത്തിട്ട് ഞാനങ്ങനെ അവൾക്ക് കൊടുത്തിരിക്കുകയാണ് കഴുകിയിട്ട്. അപ്പോൾ അത് കടിച്ച് തിന്നുന്നുണ്ട്, നിലത്തിടുന്നുണ്ട്. അപ്പോൾ നിലത്തിട്ട് തിന്നാൻ നോക്കിയപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പാത്രം പിടിച്ചിട്ട് പിന്നെ മൂപ്പരാൾ പുറത്തേക്ക് നടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നല്ല സുഖമാണല്ലോ, പുറത്തേക്ക് നേരെ ഇറങ്ങി അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമായി. എന്നാൽ പിടിക്കാൻ വന്നിട്ട് മൂപ്പരാൾക്ക് നേരം പോക്കുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതൊരാൾ അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് സ്ലേറ്റ് കൊടുക്കാൻ നോക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫുൾ ടൈം സ്ലേറ്റിൽ തന്നെയാണ് മൂപ്പരാൾ വരുന്നത്. എന്തായാലും അതുള്ള കാരണം നേരം പോക്ക് ഉണ്ടായി. പിന്നെ അതിന് ശേഷം ഈവനിങ് വാക്കിന് പോയിട്ടോ. അപ്പോൾ നമ്മളൊരു ഈവനിങ് വാക്കിന് ഗൈസ്. അപ്പോൾ നമ്മളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഈവനിങ് വാക്ക് എന്ന് പറയാൻ പറ്റില്ല, പാല് വാങ്ങാൻ പോകണം. അപ്പോൾ ഒരു വാക്കാക്കി പിള്ളേർ കളിക്കണേ, വഴി നിറച്ച് പിള്ളേർ കളിക്കണേ കേട്ടോ. ഒരു കുട്ടിക്ക് അത് സന്തോഷമാവും കാണുമ്പോൾ. കുട്ടി ഇതാ ചേട്ടനും ചേച്ചിമാർ കളിക്കാൻ പോണ. ചായക്ക് കട്ടൻ ചായ കഴിക്കാൻ വെച്ചാൽ, പക്ഷേ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന പാൽ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റിലമ്മ ഉണ്ടാക്കൂടെ ചായ. പിന്നെ കുറച്ച് കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സും ഉണ്ട്. അപ്പോൾ നല്ലൊരു സൂപ്പർ ഈവനിങ് നല്ല ചായയും സ്നാക്സൊക്കെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ റിസ്ക് എടുത്ത് പാല് വാങ്ങാൻ പോകുന്നത്. ഞാൻ നേരത്തെ കഷ്ടപ്പെട്ട് കൊണ്ട് പോകില്ല. വാടി വാ വാ ആജി. അപ്പോൾ ഇതാ പിള്ളേരെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതാ ചേട്ടന്മാർ ചേച്ചിമാർ ഇവിടെ കണ്ടപ്പോൾ അവളെ ചുറ്റും വളഞ്ഞ് അവളെ കളിപ്പിക്കാനുള്ള തിരക്കിലായിട്ടപ്പോൾ അവർ പിള്ളേരെന്ത് സോംബി കേട്ടാണ്ട് കളിക്കുന്നത്. ഇപ്പോഴത്തെ കളികളൊക്കെ കുറച്ച് വെറൈറ്റി ആണ്. അപ്പോൾ സോംബി പിടിക്കാൻ വരുന്നൊക്കെയായിട്ട് കളിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇവളെ കണ്ട കാരണം അവർ കളിക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ആ സോംബിയൊക്കെ പോയി വീട്ടിക്ക്. സോംബി പണിക്ക് പോയാ? പാട്ട് പാടാ, പുതിയ പാട്ട് പാട്, ട്രെൻഡിങ് പാട്ട്, ഇലുമിനാറ്റി പാട്. പാട് പാടറാ പാട്. ആടി നന്മകനെ നന്മകനെ അങ്ങനെ ഒരു കുട്ടികൾക്കും ഡാൻസ് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞങ്ങളവിടെ പൂരൊക്കെ ആയിരുന്നു. അപ്പോൾ പൂരത്തിനൊന്നും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരോട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. പൊതുവെ ഇവിടെ നിറച്ച് പുല്ലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാരണമാണ് വൃത്തി ആക്കിയിട്ട് അങ്ങനെ പുല്ല് ഉണങ്ങി കിടക്കുന്നതാണ് കേട്ടോ ഫുള്ളി വഴി. അധികം വണ്ടികളൊന്നും വരുന്ന വഴിയല്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ് പൂരത്തിനൊന്നും വാങ്ങിച്ചില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു പൂരം എന്നൊക്കെ ചോദിച്ച് പിള്ളേരോട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ദുർകൂട്ടി ഇതാ ഒപ്പുള്ള ചേച്ചിയുടെ മാല ഒന്ന് കണ്ണു വെച്ചിട്ടുണ്ട്. നിന്റെ കഴുത്തില സ്വർണ്ണമാല ഊരെടുക്ക്, സ്വർണ്ണ കളറിലുള്ള. അല്ല സ്വർണ്ണ കളറിലുള്ള ഊരെടുക്ക. അവൻ എന്ത് തെറ്റിക്കാൻ വേണ്ടി നീ ഒന്നും വാങ്ങിച്ചില്ലേ? വാളയൊന്നും വാങ്ങിച്ചില്ലേ പൂരായിട്ട്? രണ്ടുപേരും ആ അത് വാങ്ങിച്ചു. അതൊരു നോട്ടെ, നീ ഇതിനാ ദൂരിന്. ഇന്ത്യ കളർ അവിടെ. ഓ ഇന്ത്യക്ക് ചോപ്പല്ലേ? അല്ല ചോപ്പല്ല, ഇത് കണ്ണിനെന്താ പ്രശ്നം ഇട്ടടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അടിയും കരച്ചിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.
പിന്നെ ഇതാ ദുർക്കുട്ടിയും അമ്മമ്മയും പിറ്റേ ദിവസം ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പോരുന്ന ദിവസമായപ്പോൾ എൻ്റെ മാമ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ മാമനെ കണ്ടപ്പോൾ ഇത് പല പരിചയമൊന്നുമില്ല ആൾക്ക് മുന്നും കൂട്ടിയിട്ട്. പക്ഷേ മാമനെ കണ്ടോട് കൂടിയിട്ട് പിന്നെ ഭയങ്കര പത്രാസായി. മാമനെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിലൊക്കെയാണ് കേട്ടോ. കുട്ടിയുടെ കഴിവുകളൊക്കെ കാണിച്ചു കുട്ടി. അപ്പോൾ ഇത് മാമൻ അവൾക്ക് ഒരു ആനനെ വരച്ചു കൊടുക്കാൻ കേട്ടോ. പൊതുവേ വീട്ടിലെല്ലാവരും വരയ്ക്കുന്നവരാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ മെയിനായിട്ട് എല്ലാവരും വരയ്ക്കും. അച്ഛനും വരച്ചിരുന്നു, അമ്മയും വരച്ചിരുന്നു. അപ്പോൾ മാമനൊക്കെ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അവൾക്ക് ഒരു ആനനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂപ്പരാൾക്ക് ഡ്രോയിങ്ങിനോടൊക്കെ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. വലുതാവുമ്പോൾ പിന്നെ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ അവളത് നോക്കി നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആനയാണ് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞതിൻ്റെ സന്തോഷത്തിലും പവറിലൊക്കെയാണ് കേട്ടോ നമ്മൾ ദുർക്കൂട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ചുമരമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ചിത്രമാരോട് കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ് മൊത്തം വീട്ടുകാർ. അപ്പോൾ ദുർക്കുട്ടിയുടെ ചേച്ചിയും ഭയങ്കരമായിട്ട് വരയ്ക്കും. അതാണ് ആ കാണുന്ന ചുമര് മൊത്തം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടില്ല, അതുകൊണ്ട് വൈറ്റ് വാഷ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ സമ്മതിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ ഭാവിയിൽ ഇത് മാറ്റുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.